ഇന്ത്യൻ ടീമിന് ഇനി ഇന്ത്യൻ പരിശീലകൻ 2025 ഓഗസ്റ്റ് 1 പുത്തൻ പ്രതീക്ഷകളുമായി ഇന്ത്യൻ ഫുട്ബോൾ പരിശീലന സ്ഥാനത്തേക്ക് 20 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിൽ നിന്ന് തന്നെ ഒരു പരിശീലകൻ വന്നിട്ടുണ്ട്. ISL ക്ലബ്ബായിട്ടുള്ള ജംഷഡ്പൂർ FC കോച്ച് ഖാലിദ് ജമീലിനെയാണ് ഇന്ത്യൻ പുരുഷ ഫുട്ബോൾ ടീമിന്റെ പുതിയ പരിശീലക സ്ഥാനത്തേക്ക് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അവസാനമായി ഈ സ്ഥാനം വഹിച്ചിട്ടുണ്ടായിരുന്നത് 2011-2012 സീസണിൽ ഇന്ത്യക്കാരനായ സാവിയോക്കായിരുന്നു. അദ്ദേഹത്തിന് ഇടക്കാല ചുമതല മാത്രമാണ് നൽകിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ 20 വർഷത്തിന് ശേഷമാണ് ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് മുഴുവൻ സമയ ഇന്ത്യൻ പരിശീലകനെ ലഭിക്കുന്നത്. പുതിയ പരിശീലകന്റെ കരാറും കാലാവധിയും പ്രതിഫലവും പരസ്യപ്പെടുത്തിയിട്ടില്ല. 2 വർഷം മുതൽ 3 വർഷത്തേക്കാവും കരാർ എന്നാണ് സൂചനകൾ. കാഫ നാഷൻസ് കപ്പിൽ 29-ന് തജാക്കിസ്ഥാനെതിരെ ആയിരിക്കും ദേശീയ ടീം പരിശീലകൻ എന്ന നിലയിൽ ഖാലിദ് ജമീലിന്റെ അരങ്ങേറ്റം. സെപ്റ്റംബർ 1 ഇറാനെതിരെയും സെപ്റ്റംബർ 4 അഫ്ഗാനിസ്ഥാനെതിരെയും മത്സരങ്ങളുണ്ട്. ആരാണ് ഖാലിദ് ജമീൽ എന്ന് നമുക്ക് നോക്കാം. കുവൈത്തിൽ ജനിച്ച ജമീൽ 1997-98 മഹേന്ദ്ര യുണൈറ്റഡ് മുംബൈയിലൂടെ ആദ്യ ഫുട്ബോൾ പ്രവേശനം നടത്തിയിരിക്കുന്നു. കൂടുതൽ കാലം മുംബൈ FC വേണ്ടി കളിച്ചെങ്കിലും 1999-2000 അദ്ദേഹം എയർ ഇന്ത്യ FC വേണ്ടിയിട്ടും കളിച്ചിട്ടുണ്ട്. ടീമിന്റെ പ്രതിരോധം മുതൽ എതിർ ടീമിന്റെ ഗോൾ മുഖം വരെ ഒറ്റ കാഴ്ചയിൽ വ്യക്തമാക്കുന്ന മധ്യനിരയിലായിരുന്നു ഖാലിദ് ജമീലിന്റെ സ്ഥാനം. എന്നാൽ 2001-2004 കാലയളവിൽ ഇന്ത്യയുടെ ദേശീയ കുപ്പായത്തിൽ 4 തവണ അന്താരാഷ്ട്ര മത്സരങ്ങളും അദ്ദേഹം കളിച്ചിട്ടുണ്ട്. തുടരെയുള്ള പരിക്കുകൾ മൂലം ഈ മധ്യനിരക്കാരനെ വല്ലാത്ത നിരാശയിലാക്കിയിരുന്നു. അങ്ങനെ മുംബൈ FC ടീം അംഗമായിരുന്ന കാലത്ത് ഒരു ദിവസം ടീം മാനേജ്മെന്റ് ഖാലിദ് ജമീലിനെ ഓഫീസിലേക്ക് അങ്ങ് വിളിച്ചു വരുത്തി. എന്നിട്ട് പറഞ്ഞു, നാളെ മുതൽ ജൂനിയർ ടീമിന്റെ പരിശീലകനാകണമെന്നും ഖാലിദിനോട് ആവശ്യപ്പെട്ടു. പരിക്ക് മൂലം ഒരു മത്സരം പോലും കളിക്കാൻ പറ്റാത്ത കരക്ക് നിൽക്കുന്ന നേരമായിരുന്നെങ്കിലും പെട്ടെന്ന് ഒരു ദിവസം കളി നിർത്തി പരിശീലകനാവാൻ പറഞ്ഞ ടീം മാനേജ്മെന്റിന് നേരെ ഖാലിദ് പൊട്ടിത്തെറിച്ചു. തനിക്ക് പരിശീലകൻ ആകാൻ പറ്റില്ല എന്ന് ഘടിപ്പിച്ചങ്ങ് പറഞ്ഞു. പക്ഷെ ടീം മാനേജ്മെന്റ് അദ്ദേഹത്തിന്റെ ഫുട്ബോളിലെ കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കി നിലപാടിൽ ഉറച്ചങ്ങ് നിന്നു. അതോടെ ഖാലിദിന് തന്റെ തീരുമാനം തിരുത്തേണ്ടി വന്നു. അങ്ങനെ കോച്ചായി മാറി ഖാലിദിന്റെ കീഴിൽ അണ്ടർ-19 മുംബൈ ടീം ലീഗ് ജേതാക്കളായി മാറി. തൊട്ടടുത്ത വർഷം വിദേശ പരിശീലകൻ ഡേവിഡ് ബുത്ത് ക്ലബ്ബ് വിട്ടതിന് പിന്നാലെ ഖാലിദ് സീനിയർ ടീമിന്റെ പരിശീലകനായി. 33-ാമത്തെ വയസ്സിൽ ഐ ലീഗിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു പരിശീലകനായാണ് ഖാലിദ് ആ സീസണുകളിൽ ടീമിന്റെ മുഖ്യ പരിശീലകനായി തുടർന്നത്. 2017 മിസോറാം ക്ലബ്ബായിട്ടുള്ള ഐസോൾ FCയെ ഐ ലീഗിൽ കിരീട ജേതാവാക്കി കൊടുത്തത് ഖാലിദായിരുന്നു. കൂടാതെ കൊൽക്കത്ത ക്ലബ്ബായിട്ടുള്ള ഈസ്റ്റ് ബംഗാളിലേക്കും മോഹൻ ബഗാനിലേക്കും ഖാലിദ് പരിശീലനത്തിനായി എത്തിയിട്ടുണ്ടായിരുന്നു. 2019-2020 സീസണിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ സഹപരിശീലകനായിട്ടാണ് ISL അദ്ദേഹം എത്തുന്നത്. 2022 ISL പരിശീലകനാകുന്ന ആദ്യ ഇന്ത്യക്കാരൻ എന്ന ബഹുമതിയോടെ നോർത്ത് ഈസ്റ്റിൽ മുഖ്യ പരിശീലകനായി അദ്ദേഹം മാറിക്കഴിഞ്ഞിരുന്നു. ശേഷം കഴിഞ്ഞ ISL സീസണിൽ ജംഷഡ്പൂരിനെ ഫൈനലിൽ എത്തിച്ചതിൽ കൂടുതൽ ശ്രദ്ധ അദ്ദേഹത്തെ തേടിയെത്തിയിരുന്നു. അതോടെ തന്നെ ഈ മികവിലൂടെ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ കഴിഞ്ഞ 2 വർഷത്തെ കോച്ച് ഓഫ് ദ ഇയർ പുരസ്കാരം അദ്ദേഹത്തിനാണ് നൽകിയിട്ടുണ്ടായിരുന്നത്. ഇന്ത്യൻ ദേശീയ ടീമിന്റെ സമീപകാലത്തെ മോശം പ്രകടനങ്ങൾക്ക് ഒരു പരിഹാരം കാണുക എന്ന വലിയൊരു ഉത്തരവാദിത്തമാണ് ഖാലിദിന്റെ തലയിലുള്ളത്. അദ്ദേഹത്തിന്റെ കീഴിൽ ഇന്ത്യൻ ടീം നല്ലൊരു മികവിലെത്താൻ സാധിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാത്തിരുന്ന് കാണാം 133-ാം സ്ഥാനത്തുള്ള ഇന്ത്യയുടെ ചലനം എങ്ങോട്ട് എന്നുള്ളത്. നിങ്ങളുടെ അഭിപ്രായവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.